അടുത്ത ദിവസത്തിലോട്ട് പോകുന്നു. എൻട്രോപ്പി ഇസ് എ മെഷർ ഓഫ്, കണ്ണുടച്ചുകൊണ്ട് ആൻസർ എഴുതുക. എൻട്രോപ്പി റാൻഡംനെസ് അല്ലെങ്കിൽ ഡിസോർഡർനെസ്സിൻ്റെ മെഷറാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ റാൻഡംനെസ്സിൻ്റെയോ ഡിസോർഡർനെസ്സിൻ്റെയോ മെഷറാണ്. ഓക്കെ, അടുത്തിലോട്ട് പോകുന്നു. ഡീൽസാൾഡ് റിയാക്ഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ? ഡീൽസാൾഡ് റിയാക്ഷൻ ഇതിലേത് ടൈപ്പ് റിയാക്ഷനിൻ്റെ എക്സാമ്പിളാണ്? അപ്പം ഡീൽസാൾഡ് റിയാക്ഷൻ നിങ്ങൾ +1 +2 കേട്ടിട്ടില്ല. നിങ്ങൾ ഡിഗ്രി ലെവലിലും PG ലെവലിലുമാണ് ഡീൽസാൾഡ് റിയാക്ഷൻ പഠിക്കുന്നത്. കാരണം ആ സമയത്താണ് നിങ്ങൾ പെരിസൈക്ലിക് റിയാക്ഷനും ഫോട്ടോസൈക്ലിക് റിയാക്ഷൻ അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസും പഠിക്കുന്നത്. ആ സമയത്താണ് നിങ്ങൾ 4+2 സൈക്ലോ അഡിഷൻ റിയാക്ഷൻസ് ആയ ഡീൽസാൾഡ് റിയാക്ഷനെ പറ്റി പഠിക്കുന്നത് അല്ലേ. രണ്ട് ഡബിൾ ബോണ്ട് വരുന്ന ഒരു കോമ്പൗണ്ട് വന്നാണ് 4 പിന്നെ ഒരു ഡബിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ട് 4+2 സൈക്ലോ അഡിഷൻ. അതിനാണ് നമ്മൾ ഡീൽസാൾഡ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അതൊരു പെരിസൈക്ലിക് റിയാക്ഷനാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. അത് ഇലക്ട്രോഫിലിക്കോ ന്യൂക്ലിയോഫിലിക്കോ സിഗ്മാട്രോപിക് ഇത് റീഅറേഞ്ച്മെൻ്റ് ആണ്. സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻറ്റും ഒരു ടൈപ്പ് റീഅറേഞ്ച്മെൻറ്റ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷനാണ്. ആൻസർ ഓപ്ഷൻ സി പെരിസൈക്ലിക് റിയാക്ഷൻ ആണ്. സൈക്ലിക് അഡിഷൻ റിയാക്ഷൻസ് ആണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ്. PG ആൻഡ് ഡിഗ്രി ലെവലാണ്. ദ കോമ്പൗണ്ട് HCN ആൻഡ് HNCR ഇത് നമ്മുടെ +2 ലെവലാണ്. പക്ഷേ നിങ്ങൾ +2 അങ്ങനെ ടോട്ടോമസ് കാര്യമായിട്ട് പഠിക്കുന്നില്ല. നിങ്ങൾ പക്ഷേ നീറ്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു സെക്ഷൻ നിങ്ങൾ കേട്ട് കാണും, പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളായിരുന്നെങ്കിൽ. കാരണം നീറ്റ് എക്സാംസിനാണ് നമുക്ക് ഈ ഒരു കേസ് പഠിക്കാനുള്ളത്. ടോട്ടോമസ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. ആക്ച്വലി ആൻസർ ഓപ്ഷൻ എ ആണ്, ടോട്ടോമറാണ്. കാരണം ടോട്ടോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ മാറുന്നതിനനുസരിച്ച് മാറും. ഓക്കെ, ഫോർ എക്സാമ്പിൾ HCN ഇങ്ങനെ ആയിരിക്കുന്നത്, HC ട്രിപ്പിൾ ബോണ്ട് N ഇങ്ങനെ ആയിരിക്കുന്നത് HC കേട്ടോ. ഇവിടെ സംഭവിക്കുന്നത് ഇതിൻ്റെ റീഅറേഞ്ച്മെൻറ്റ് ഞാനൊന്ന് കാണിക്കാം. ഇത് നമ്മൾ ടോട്ടോമർസ് എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ പേര് സയനൈഡ് എന്നും നമുക്ക് കിട്ടുന്ന ആൾ ഐസോസയനൈഡുമാണ്. അപ്പം സയാനോ ഐസോസയാനോ റീഅറേഞ്ച്മെൻ്റ് ആണിത്. ഇതൊരു ടോട്ടോമറിന് എക്സാമ്പിളാണ്. ഒരിക്കലും മെറ്റാമർ അല്ല. മെറ്റാമർ നമുക്ക് ഈതറുകളാണ് മെറ്റാമറുകളെ കാണിക്കുന്നത്. ഈതർ അല്ല ഇത്. പിന്നെ ഫങ്ഷണൽ ഐസോമർ അല്ല. ഫങ്ഷണൽ ഐസോമർസ് എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് മാറണം. ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ്. CN ഉം NC രണ്ടും സയനൈഡ് ഗ്രൂപ്പാണ്. ഒന്ന് സയനൈഡും ഒന്ന് ഐസോസയനൈഡുമാണ്. ഓക്കെ, പിന്നെ കൺഫോമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മറ്റേ കൺഫർമേഷൻസ് ആണ്. അതായത് നമ്മൾ പല അറേഞ്ച്മെൻറ്റ് നടത്തി പല സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുന്നു. അത് ആൽക്കെയിനുകൾക്ക് മാത്രമേ പറ്റൂ, സിംഗിൾ ബോണ്ട് വരുന്ന ആൽക്കെയിനുകൾക്ക്. ഇത് ആൽക്കെയിൻ അല്ല. അപ്പോൾ ഇതൊന്നുമല്ല ആൻസർ ടോട്ടോമറസ് ആണ്. ഞാൻ കാണിക്കാം. ഇവിടെ സംഭവിക്കുന്നത് H+ ആയിട്ട് പുറത്തു പോകും. H തൻ്റെ ഇലക്ട്രോണിനെ അവിടെ വെച്ചിട്ട് പുറത്തോട്ട് പോകും. അപ്പോൾ കാർബണിനിതാ ഈ ഇലക്ട്രോണും കിട്ടും. അത് കൂടാതെ എക്സ്ട്രാ വേറൊരു ഇലക്ട്രോണും കൂടെ കിട്ടും. ആ ഇലക്ട്രോൺ ഹൈഡ്രജൻ്റെയാണ്. കാരണം ഹൈഡ്രജൻ തൻ്റെ ഇലക്ട്രോണിനെ അവിടെ വെച്ചിട്ടാണ് H+ ആയിട്ട് പുറത്തു പോയത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് കാർബണിൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. 2 ഇലക്ട്രോൺ ഉണ്ട്. ആ 2 ഇലക്ട്രോൺ ഒരു ഇലക്ട്രോൺ കാർബണിന് തന്നെയാണ്, ഒരു ഇലക്ട്രോൺ ഹൈഡ്രജൻ വെച്ചിട്ട് പോയതാണ്. ഓക്കെ, 2 ഇലക്ട്രോൺ തന്നെയുണ്ട്. അപ്പോൾ കാർബൺ എന്ത് ചാർജ് വരും? ഒരു മൈനസ് ചാർജ് വരും. കാരണം എക്സ്ട്രാ ഒരു ഇലക്ട്രോണിനെ കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ ട്രിപ്പിൾ ബോണ്ട് N അവിടെ തന്നെയുണ്ട്. ബാക്കി കാര്യമൊന്നുമില്ല. ഇനിയാണ് രസം. ഇനി സംഭവിക്കുന്നത് നമ്മുടെ H+ അങ്ങനെ പോകില്ലേ, ആ H+ നേരെ വന്നിട്ട് നൈട്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. പക്ഷേ ബോണ്ട് ഫോം ചെയ്യാൻ ഹൈഡ്രജൻ്റെ കയ്യിൽ ഇലക്ട്രോൺസ് ഇല്ല. കാരണം ഹൈഡ്രജൻ തൻ്റെ ഇലക്ട്രോണിനെ അവിടെ വെച്ചിട്ട് കാർബണിന് കൊടുത്തിട്ടാണ് പുറത്തോട്ട് പോകുന്നത് H+ ആയിട്ട്. എങ്കിലേ H+ ആയിട്ട് പോകാൻ പറ്റൂ. H+ എന്ന് പറഞ്ഞാൽ Hൻ്റെ കയ്യിൽ ഇലക്ട്രോൺ ഇല്ല. Hൻ്റെ കയ്യിൽ ആകപ്പാടെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അത് കളഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ H+ ആയിട്ട് പോകുന്നത്. അപ്പം തൻ്റെ H+ ആയിട്ട് പോകുമ്പോൾ ഇലക്ട്രോണിനെ അവിടെ വെച്ചിട്ട് പോകുന്നു. അപ്പോൾ കാർബൺ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ കിട്ടി. കാർബണിൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ഇലക്ട്രോൺ, അതിൽ ഒരു ഇലക്ട്രോൺ തൻ്റെ തന്നെയാണ്, ഒരു ഇലക്ട്രോൺ ഹൈഡ്രജൻ്റെയാണ്. അപ്പം ഒരു മൈനസ് ചാർജ് വരും. ട്രിപ്പിൾ ബോണ്ട് അങ്ങനെ തന്നെയുണ്ട്. N അങ്ങനെ തന്നെയുണ്ട്. എന്നിന് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ്, കാരണം എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. H+ അങ്ങോട്ട് വരും. H+ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് Hൻ്റെ കയ്യിൽ ഇലക്ട്രോൺ ഇല്ല നൈട്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ. അപ്പം ഹൈഡ്രജൻ നൈട്രജൻ്റെ അടുത്ത് പറയും നീ ഒരു കാര്യം ചെയ്യും, ഒരു ഇലക്ട്രോണെ 2 ഇലക്ട്രോണെ വെച്ചിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അപ്പം നൈട്രജൻ ഈ ഒരു ബോണ്ട് എടുത്ത് വെച്ചിട്ട്, ഈ ഒരു ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഒരു ഇലക്ട്രോൺ ഈ കാർബണിൻ്റെതും ഒരു ഇലക്ട്രോൺ നൈട്രജൻ്റെതും, ഒരു ഇലക്ട്രോൺ കാർബണിൻ്റെതും, ആ 3 ബോണ്ടിൽ ഓരോ ഇലക്ട്രോൺസാണ് 2 പേര് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പം ഒരു ഇലക്ട്രോൺ കാർബണിൻ്റെതും ഒരു ഇലക്ട്രോൺ നൈട്രജൻ്റെതും, ആ ബോണ്ട് അവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. C 2 അവിടെ തന്നെയുണ്ട്, മൈനസ് ചാർജ് അവിടെ തന്നെയുണ്ട്, ഡബിൾ ബോണ്ട് ആവും.
N സിംഗിൾ ബോണ്ട് എച്ചുമായിട്ട് ബോണ്ട് ഫോം ചെയ്തു. ഓക്കെ, എച്ചുമായിട്ട് ബോണ്ട് ഫോം ചെയ്തു. ബാക്കി ഞാൻ പറയാൻ ശ്രദ്ധിച്ചോണേ. അതിൽ ഈ ഒരു ഇലക്ട്രോൺ നൈട്രജൻ്റെ തന്നെയാണ്. ഈ ഇലക്ട്രോൺ കാർബണിൻ്റെയാണ്. അതിപ്പോൾ ആർക്ക് കിട്ടി? ഹൈഡ്രജന് കിട്ടി. അപ്പോൾ ഹൈഡ്രജന് ഒരു ഇലക്ട്രോൺ കിട്ടി. ഒരു ഇലക്ട്രോൺ കിട്ടുമ്പോൾ ഹൈഡ്രജൻ്റെ പോസിറ്റീവ് ചാർജ് ഇല്ലാണ്ടായി. ഓക്കെ, പിന്നെ കാർബണിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. കാർബണിൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഹൈഡ്രജന് കിട്ടി. അപ്പോൾ കാർബണിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അപ്പോൾ കാർബണിന് ഒരു പോസിറ്റീവ് ചാർജ് വരും. ആ പോസിറ്റീവ് ചാർജും ഈ നെഗറ്റീവ് ചാർജും കൂടി ഇല്ലാണ്ടാവും. ഫൈനലി നമുക്ക് കിട്ടുന്നത് സി ലോൺ പെയർ അവിടെയുണ്ട്, മൈനസ് ചാർജ് ഇല്ലാണ്ടായി, ഡബിൾ ബോണ്ട് വരും, NH. ഇതിനെയാണ് നമ്മൾ HNC എന്ന് വിളിക്കുന്നത്. HNC. ഇത് HCN-ഉം ഇത് HNC. ഇത് സയനൈഡും ഇത് ഐസോസയനൈഡും. ഈ റീഅറേഞ്ച്മെൻറ്റ് നമ്മൾ വിളിക്കുന്ന പേര് ടോട്ടോമർസോ എന്നാണ്. ഇത് കൂടാതെ കീറ്റോയിനൽ ടോട്ടോമർസോ ഉണ്ട്, സയനൈഡ്, ഐസോസയനൈഡ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞു. അങ്ങനെ 3-4 ടോട്ടോമർസംസ് ആണ്. പ്ലസ് 2 ലെവൽ ടോപ്പിക്കാണ്. പക്ഷേ ഇതൊരു എൻട്രൻസ് ലെവൽ ടോപ്പിക്കാണ്. അല്ല, നമുക്ക് ഹയർ സെക്കൻഡറിയിൽ നമ്മൾ +1 +2 എക്സാമിന് ചോദിക്കുന്ന ടോപ്പിക്കല്ല. ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്തിലോട്ട് പോകും നമ്മൾ. ബെയേഴ്സ് റിയേജൻറ്റീവ്സ്. ഇത് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് തന്നെയാണ്. നമ്മൾ +1 ഹൈഡ്രോ കാർബൺസിൽ പഠിക്കുന്നതാണ് ബെയേഴ്സ് റിയേജൻറ്റ്. ബെയേഴ്സ് റിയേജൻറ്റ് നമ്മൾ വിളിക്കുന്ന പേര് 1% ആൽക്കലൈൻ KMnO4 സൊല്യൂഷൻ എന്നാണ്. 1% ആൽക്കലൈൻ KMnO4 സൊല്യൂഷനെയാണ് നമ്മൾ ബെയേഴ്സ് റിയേജൻറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലേ? ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡബിൾ ബോണ്ട്, അല്ലേ? ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് 2 കാർബണിലും ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുത്തും? OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വരുത്തും. അങ്ങനെ OH എന്ന് ഡബിൾ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്ത് 2 കാർബണിലും OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വരുത്തുന്ന ആ റിയേജൻറ്റുകളെ വിളിക്കുന്ന പേരാണ് ബെയേഴ്സ് റിയേജൻറ്റ്. 1% ആൽക്കലൈൻ KMnO4 സൊല്യൂഷൻ. അക്വസ് KMnO4 സൊല്യൂഷൻ അല്ല, അസിഡിക്കും അല്ല, ദെൻ 1% ആൽക്കലൈൻ KMnO4 സൊല്യൂഷനാണ് ബെയേഴ്സ് റിയേജൻറ്റ്. സിമ്പിൾ +1 ടോപ്പിക്കാണ്. അടുത്ത ദിവസത്തിലോട്ട് പോകുന്നു. ദ കോമ്പൗണ്ട് വിച്ച് ഡസ് നോട്ട് ഷോ ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ ഈസ്. ഇതിലേത് കോമ്പൗണ്ടാണ് ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ തരാത്തതെന്നാണ്. ഇത് നമ്മൾ ബെൻസീൻ പഠിക്കുമ്പോൾ കേസിൽ പറയുന്നതാണ്. ഇതിലേത് കോമ്പൗണ്ടാണ് ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ തരുന്നത്? കാരണം ഇതെല്ലാം ബെൻസീനിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ്. ഞാൻ ഓരോന്നായിട്ട് വരയ്ക്കാം. ആദ്യത്തെ ഡെറിവേറ്റീവ് ക്ലോറോബെൻസീൻ ആണ്. ഇതാണ് ക്ലോറോബെൻസീൻ. ഇത് ബെൻസീൻ, ക്ലോറോബെൻസീൻ. രണ്ടാമത്തെ ടൊളുവീൻ ആണ്. ടൊളുവീൻ ബെൻസീൻ്റെ മുകളിൽ CH3 ആണ്. ഇതാണ് ടൊളുവീൻ. അടുത്തത് നൈട്രോബെൻസീൻ ആണ്. നൈട്രോബെൻസീൻ എന്ന് പറയുമ്പോൾ ബെൻസീൻ്റെ മുകളിൽ NO2. അടുത്തത് ഫീനോളാണ്. ബെൻസീൻ്റെ മുകളിൽ OH, ഫീനോൾ. ഇതാണ് നമ്മുടെ കോമ്പൗണ്ടുകൾ. ഇനി നമുക്ക് നോക്കാം ഇതിൽ ആരാണ് ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ തരാത്തത്. ഈ ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഹാലജനേഷൻ, നൈട്രേഷൻ, സൾഫണേഷൻ, ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ ഇതെല്ലാം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ഇലക്ട്രോഫിലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജുള്ള ആളാണ് ഇലക്ട്രോഫൈൽ. നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരെ വിളിക്കുന്ന പേര് ന്യൂക്ലിയോഫൈലാണ്. അപ്പോൾ ഇതിനകത്തോട്ടെല്ലാം അറ്റാക്ക് ചെയ്യാൻ വരുന്നത് ഒരു പോസിറ്റീവ് ചാർജുള്ള ആളാണ്. പോസിറ്റീവ് ചാർജുള്ള ആൾക്ക് സുഖമായിട്ട് ബെൻസീനിൽ വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. കാരണം ബെൻസീനിൽ ഈ വട്ടം കണ്ടോ? ഈ വട്ടം എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടാണ്. ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പൈ ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺസ് ബെൻസീൻ റിങ്ങിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പോസിറ്റീവ് ചാർജുള്ള ആൾക്ക് സുഖമായിട്ട് വന്ന് ബെൻസീൻ റിങ്ങിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി അവിടെ ഡബിൾ ബോണ്ടുകളുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ബെൻസീനിലും ഡബിൾ ബോണ്ട് ഉണ്ട്. പിന്നെ കൂടെ വരുന്ന ആളെ മാത്രം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ കൂടെ വരുന്ന ആൾ Cl ആണ്, ഇവിടെ CH3 ആണ്, ഇവിടെ NO2 ആണ്, ഇവിടെ OH ആണ്. അപ്പോൾ ഈ ഡബിൾ ബോണ്ടുകൾ ഉള്ളത് കൊണ്ടാണ് ഇലക്ട്രോഫൈലിൽ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മളത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിലേതാണ് ഡസ് നോട്ട്, അതായത് കാണിക്കാത്തത്, ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ കാണിക്കാത്തത്. ഫ്രിഡൽ-ക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇതിലേതിലാണ് നമ്മുടെ ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ കാണിക്കാത്തത്? ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ ഒരു ഇലക്ട്രോഫിലിക് റിയാക്ഷനാണ്. ഇലക്ട്രോഫിലിക് റിയാക്ഷൻ ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ടാണ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേതോ ഒന്നിൽ ഡബിൾ ബോണ്ടിന് കുറവ് സംഭവിക്കും, അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഇല്ലാണ്ടാവും. നോക്കാം നമുക്ക്. Cl ഇതൊരു +I എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പാണ്. അതായത് ഇലക്ട്രോൺസിന് അങ്ങോട്ട് കൊടുക്കും. +I എഫക്റ്റ് എന്നല്ല നമ്മൾ പറയുന്നത്, പ്ലസ് മീസോമറിക് എഫക്റ്റ്. ഇലക്ട്രോൺസിന് അങ്ങോട്ട് കൊടുക്കുന്ന ഗ്രൂപ്പുകളാണ്. CH3 ഇലക്ട്രോണിനെ അങ്ങോട്ട് കൊടുക്കുന്ന ഗ്രൂപ്പുകളാണ്. OH ഇലക്ട്രോണിനെ അങ്ങോട്ട് കൊടുക്കുന്ന ഗ്രൂപ്പുകളാണ്. കാരണം ഇതിൻ്റെ എല്ലാം കയ്യിൽ ലോൺ പെയർ ഉണ്ട്. OHൻ്റെ കയ്യിൽ Oയുടെ ലോൺ പെയർ ഉണ്ട്.
Cl ന്റെ കയ്യിൽ ലോൺ പെയർ ഉണ്ട്. ഇതെല്ലാം ഇലക്ട്രോൺസിനെ അങ്ങോട്ട് കൊടുക്കുന്നവരാണ്. എക്സെപ്റ്റ് NO2 ഇലക്ട്രോൺ ഇങ്ങോട്ട് എടുക്കുന്ന ആളാണ്. അത് മൈനസ് റെസൊണൻസ് എഫക്റ്റ് ആണ്. ബാക്കിയെല്ലാം പ്ലസ് റെസൊണൻസ് എഫക്റ്റും അല്ലെങ്കിൽ പ്ലസ് മീസോമറിക് എഫക്റ്റും. ഇത് മാത്രം ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് എടുക്കുന്ന ആളാണ്. മൈനസ് മീസോമറിക് എഫക്റ്റ് കാണിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ബെൻസീൻ റിങ്ങിന് പുള്ളിക്കാരൻ ഇലക്ട്രോൺ ഇങ്ങോട്ട് എടുക്കും. ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രോഫൈലിനൊന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ 4 പേരും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോഫൈലിനൊന്ന് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് കുറവ് ആരുടെ കേസിലാണ്? നൈട്രോബെൻസീൻ്റെ കേസിലാണ്. സോ ഡസ് നോട്ട് ഷോ നൈട്രോബെൻസീൻ ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ക്യാൻ എക്സിബിറ്റ് ജോമെട്രിക് ഐസോമർസം? ഇതിൽ ഏത് മോളിക്യൂളിനാണ് ജോമെട്രിക് ഐസോമർസം എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്നത്? 4 എണ്ണമുണ്ട്. എന്താ ജോമെട്രിക് ഐസോമർസം എന്ന് അറിയാലോ? ഡബിൾ ബോണ്ടിൻ്റെ സിസ് ട്രാൻസ് ഐസോമർസത്തെയാണ് നമ്മൾ ജോമെട്രിക് ഐസോമർസം എന്ന് വിളിക്കുന്നത്. ഡബിൾ ബോണ്ടിൻ്റെ 2 സൈഡിലും ഒരേ ഗ്രൂപ്പ് ഒരേ സൈഡിൽ വന്നാൽ സിസ് എന്നും ഒരേ ഗ്രൂപ്പ് ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ ട്രാൻസ് എന്നും നമുക്ക് നോക്കാം. അത് ഈ കോമ്പൗണ്ട് തന്നെ വരയ്ക്കും. ഇതാണ് ഡബിൾ ബോണ്ട് വരുന്ന കാർബൺസേ. ഇതാണ് ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ. അതിന് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കാം. ഇതാണ് ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ. അതാണ് ഇതും ഇതും. ഈ കാർബണിനകത്ത് 2 എണ്ണവും ഹൈഡ്രജനാണ്. കാർബണിനകത്ത് 2 എണ്ണവും ഹൈഡ്രജനാണ്. ശരിയല്ലേ? 2 ഹൈഡ്രജൻ. ഇതിനകത്ത് 1 എണ്ണം ഹൈഡ്രജനും ശരിയല്ലേ? 1 എണ്ണം CH3. 3 ഗ്രൂപ്പുകൾ സെയിം ആണെങ്കിലോ 4 ഗ്രൂപ്പുകൾ സെയിം ആണെങ്കിലോ അവിടെ ജോമെട്രിക് ഐസോമർസം ഇല്ല. കാരണം നിങ്ങൾ നോക്കി, ഇവിടെ ഹൈഡ്രജൻ മുകളിലോട്ട്, ഇവിടെയും ഹൈഡ്രജൻ മുകളിലോട്ട്. അപ്പോൾ ഇത് സിസ് ആണ്. ഒരേ ഗ്രൂപ്പ് ഒരേ സൈഡിൽ. പക്ഷേ ഒരേ ഗ്രൂപ്പ് ഏത് സൈഡിലും ഉണ്ട്? ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ട്. CH3 പറയാൻ പറ്റത്തില്ല. CH3 വെച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരു CH3 കൂടെ അപ്പുറത്തതിനകത്ത് വരണം. ഇവിടെ ഒരു CH3 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ബാക്കിയുള്ള 3 ഗ്രൂപ്പുകളിൽ നമ്മൾ ഈ ഹൈഡ്രജനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ സെയിം സൈഡിലുണ്ട്, ഹൈഡ്രജൻ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. അപ്പോൾ 3 ഗ്രൂപ്പുകളോ 4 ഗ്രൂപ്പുകളോ സെയിം ആയിട്ട് വന്നാൽ ജോമെട്രിക് ഐസോമർസം ഇല്ല. അടുത്ത ആളെ നോക്കാം. ഇതാണ് ഡബിൾ ബോണ്ട് ഫോം ചെയ്തേക്കുന്ന കാർബൺ. C ഡബിൾ ബോണ്ട് C. അതിനകത്ത് 2 എണ്ണം ഹൈഡ്രജനാണ്. ശരിയല്ലേ? 2 എണ്ണം CH3 ആണ്. ഓക്കെ, അപ്പം നമുക്ക് CH3 വെച്ചിട്ട് പറയാം. CH3 വെച്ച് പറയണമെങ്കിൽ ഓപ്പോസിറ്റ് ആളുടെ കയ്യിൽ CH3 വേണം. ഓപ്പോസിറ്റ് ആളുടെ കയ്യിൽ CH3 ഇല്ല. അപ്പോൾ CH3 വെച്ചിട്ട് പറയാൻ പറ്റത്തില്ല. H വെച്ച് പറയണമെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള കാർബണിൻ്റെ കയ്യിൽ H ഉണ്ടായിരിക്കണം. ഓപ്പോസിറ്റ് ഉള്ള കാർബണിൽ H അല്ല, CH3യിൽ H ഉണ്ട്. അത് അങ്ങനല്ല, H മാത്രമായിട്ട് വേണം. അതുമില്ല. അപ്പം H വെച്ചിട്ടും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ജോമെട്രിക് ഐസോമർസം ഇല്ല. ഇനി ഇയാൾ ആണ് C ഡബിൾ ബോണ്ട് C. ഇയാളുടെ കൂടെയുള്ള ഒരാൾ H, ഒരാൾ CH3. ഇയാളുടെ കൂടെ ഉള്ളത് രണ്ടും CH3. ഓക്കെ, അപ്പോൾ ഞാൻ H വെച്ചിട്ട് പറയാൻ നോക്കാം. H വെച്ചിട്ട് പറയണമെങ്കിൽ ഓപ്പോസിറ്റ് ആളുടെ കയ്യിൽ H ഉണ്ടായിരിക്കണം. ഇല്ല, അപ്പോൾ H വെച്ചിട്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ CH3 വെച്ചിട്ട് പറയാം. ഓപ്പോസിറ്റ് ആളുടെ കയ്യിൽ CH3 ഉണ്ട്. പക്ഷേ CH3 സെയിം സൈഡിലുണ്ട്, ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. ഇത് നേരത്തെ ഹൈഡ്രജൻ വെച്ചിട്ടായിരുന്നു. അപ്പോൾ CH3 വെച്ചിട്ട്. 4ാമത്തെ കേസ് ഇതാ C ഡബിൾ ബോണ്ട് C. ആൻസർ D ആണ്. നമുക്ക് നോക്കാം. H CH3 ശരിയല്ലേ? ഇതുമാണ് എടുക്കുന്നത്. ഈ Cയിൽ Hഉം CH3. ഈ Cയിൽ Hഉം CH3. നോക്കാം. ആദ്യം CH3 വെച്ചിട്ട് പറയാം. ഓപ്പോസിറ്റ് CH3 ഉണ്ടല്ലോ? ഉണ്ട്. CH3 സെയിം സൈഡിലല്ലേ? ഒരേ കണക്കല്ലേ? ഓപ്പോസിറ്റ് ഉണ്ടോ? ഇല്ല. ഇനി H വെച്ചിട്ട് പറയാം. H ഓപ്പോസിറ്റ് H ഉണ്ടല്ലോ? ഉണ്ട്. അപ്പോൾ H വെച്ചിട്ട് പറയാം. Hൻ്റെ സെയിം സൈഡിലല്ലേ H? Hൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ H ഇല്ലല്ലോ. അങ്ങനെ സെയിം സൈഡിൽ വന്നാൽ ഇതിൻ്റെ പേര് സിസ്. ഇതിൻ്റെ ട്രാൻസ് എങ്ങനെ വരയ്ക്കും? C ഡബിൾ ബോണ്ട് C. ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. ഒരെണ്ണത്തിന് അങ്ങനെ തന്നെ നിർത്തുക, ഒരെണ്ണത്തിന് ഇൻ്റർചേഞ്ച് ചെയ്യുക. CH3H കണ്ടോ? CH3യും CH3 ഓപ്പോസിറ്റ്, H ഓപ്പോസിറ്റ്. അത് ട്രാൻസ്. അപ്പോൾ സിസും ട്രാൻസും വരുന്നത് ഡിക്കാണ്. ബാക്കി 3നും ജോമെട്രിക് ഐസോമർസം ഇല്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തിലോട്ട് പോകുന്നു. The reagent which may be used to distinguish between starch and cellulose. സ്റ്റാർച്ചിനെയും സെല്ലുലോസിനെയും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയേജൻറ്റ് നോക്കാം. ടോളറൻസ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽഡിഹൈഡിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും വേർതിരിച്ചറിയാനാണ്. ടോളറൻസ് ടെസ്റ്റ് അല്ല. സെയിലിംഗ് സൊല്യൂഷനും ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും തിരിച്ചറിയാനാണ്. അസെറ്റിക് അൺഹൈഡ്രേറ്റ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽക്കഹോൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അയഡിൻ സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർച്ചിനെ തിരിച്ചറിയുന്ന അയഡിൻ സൊല്യൂഷൻ വെച്ചിട്ട്. അപ്പം ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇത് നമ്മുടെ ടെസ്റ്റ് ഡിസ്റ്റിങ്വിഷ് ആണ്, നമ്മൾ പഠിക്കുന്നതാണ്. നമ്മുടെ ആൽഡിഹൈഡ്സിനും കീറ്റോൺസിനകത്തും പിന്നെ അതേ കണക്കാണ് നമ്മൾ ബയോമോളിക്യൂൾസ് ഇല്ലേ അതിനകത്തും പഠിക്കുന്നതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്.
ഓക്കെ, അടുത്തിലോട്ട് പോകുന്നു. ദ പോളിസാക്കറൈഡ് ഓൺ ഹൈഡ്രോളിസിസ് ഗീവ്സ് ഓൺലി ഫ്രക്ടോസിസ്. ഇതിലേത് പോളിസാക്കറൈഡ് 10ൽ കൂടുതൽ മോണോസാക്കറൈഡ്സ് ചേരുന്ന ആൾക്കാരെയാണ് നമ്മൾ പോളിസാക്കറൈഡ് എന്ന് വിളിക്കുന്നത്. ഇതിലേത് പോളിസാക്കറൈഡ് ആണ് വെള്ളത്തിലിടുമ്പോൾ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ഫ്രക്ടോസിനെ മാത്രം തരുന്നത്? അങ്ങനെ ഫ്രക്ടോസിനെ മാത്രം തരണമെങ്കിൽ അയാൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടായിരിക്കണം? ഫ്രക്ടോസ് വെച്ചിട്ടായിരിക്കണം. അപ്പോൾ ഫ്രക്ടോസ് എന്ന് പറയുന്ന ആൾക്കാർ ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ആൾക്ക് മാത്രമേ വെള്ളത്തിലിടുമ്പോൾ ഫ്രക്ടോസിനെ മാത്രം തരാൻ പറ്റൂ. ഫ്രക്ടോസിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടെ ചേരുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രക്ടോസ് ഇല്ലാത്ത ആളാണെങ്കിൽ വെള്ളത്തിലിടുമ്പോൾ അയാൾ ഒരിക്കലും ഫ്രക്ടോസിനെ തരത്തില്ല. നോക്കാം നമുക്ക്. സെല്ലുലോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസുകൾ ചേരുമ്പോഴാണ് സെല്ലുലോസ് കിട്ടുന്നത്. ഗ്ലൂക്കോസിൻ്റെ പോളിസാക്കറൈഡാണ് സെല്ലുലോസ്. അമൈലോസും അമൈലോപെക്റ്റിനും രണ്ടും സ്റ്റാർച്ചാണ്. സ്റ്റാർച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൂക്കോസ് ചേരുമ്പോഴാണ് സ്റ്റാർച്ച് കിട്ടുന്നത്. സ്റ്റാർച്ചിൻ്റെ 2 യൂണിറ്റുകളാണ് അമൈലോസും അമൈലോപെക്റ്റിനും. അപ്പോൾ ഇതിലെല്ലാം വരുന്നത് ഗ്ലൂക്കോസാണ്. അപ്പോൾ വെള്ളത്തിലിട്ടാൽ അവർ ഗ്ലൂക്കോസിനെ തരുത്തോളൂ. ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആണ്, ഇനുലിൻ. ഇനുലിനകത്ത് എന്തു മാത്രമേ ഉള്ളൂ? ഫ്രക്ടോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വെള്ളത്തിലിടുമ്പോൾ ഒരു ഫ്രക്ടോസേ തരുത്തോളൂ. ആൻസർ ഡി ആണ്, ബയോമോളിക്യൂൾസ്. +2 ബയോമോളിക്യൂൾസ്. അടുത്തിലോട്ട് പോകുന്നു. ഗ്ലൂക്കോസ് ആൻഡ് മാനോസ് മേ ബി ഒബ്റ്റെയിൻഡ് ബൈ കില്ലിയാനി സിന്തസിസ് ഫ്രം. കില്ലിയാനി ഫിഷർ സിന്തസിസ് നിങ്ങൾ പഠിച്ച് കാണാൻ ചാൻസ് ഇല്ല. അത് നിങ്ങളുടെ +2 ലെവൽ ടോപ്പിക്കല്ല, അത് നിങ്ങളുടെ ഡിഗ്രി ലെവൽ ആൻഡ് PG ലെവൽ ടോപ്പിക്കാണ്. കില്ലിയാനി ഫിഷർ സിന്തസിസ് കാർബൺ ചെയിനിൻ്റെ വലിപ്പം കൂട്ടാൻ, നമ്മുടെ ബയോമോളിക്യൂളിൽ കാർബൺ ചെയിനിൻ്റെ വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? കില്ലിയാനി ഫിഷർ സിന്തസിസ്. ഇവിടെ നമ്മൾ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലായിട്ട് ഗ്ലൂക്കോസിൻ്റെയും മാനോസിൻ്റെയും പ്രിപ്പറേഷനിൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലായിട്ട് എടുക്കുന്നത് ഏതാണ്? അരാബിനോസ് ആണ്. ഇതാണ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. ഇതാണ് അരാബിനോസ്. CHO, COH, CHOH, CHOH, then CH2OH. ഇതാണ് അരാബിനോസ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്താ ഗ്ലൂക്കോസിനും മാനോസിനും പ്രിപ്പയർ ചെയ്യാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചേക്കുന്നത്. അല്ലാതെ കില്ലിയാനി ഫിഷർ സിന്തസിസ് എക്സ്പ്ലെയിൻ ചെയ്യാനല്ല ചോദിച്ചേക്കുന്നത്. അപ്പം PG ലെവൽ അവർ ചോദിക്കുന്നുണ്ടെങ്കിലും ഔട്ട്ലൈൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ, അല്ലാതെ ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലാൻ അവർക്ക് പറ്റത്തില്ല. കാരണം ഇതൊരു കമ്പൈൻഡ് എക്സാമാണ്, ഫിസിക്സും കെമിസ്ട്രിയും ചേരുന്നൊരു എക്സാമാണ്. അപ്പോൾ ഒരു ടോപ്പിക് എടുക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നമ്മൾ അത് നോക്കുന്നുണ്ടോ? കാരണം എല്ലാം +2 ലെവൽ ടോപ്പിക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു 5-6 ക്വസ്റ്റ്യൻ, ഒരു 7-8 ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഒരു 10-12 ക്വസ്റ്റ്യൻ ഡിഗ്രി ലെവലും PG ലെവലും ചേർത്ത് ചോദിക്കും. അതെന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര അങ്ങ് ഇത് വെച്ചിട്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടതാണ്. ക്വസ്റ്റ്യൻസ് അല്ല, വെറും ബേസിക് ലെവൽ, അതായത് ടച്ച് ചെയ്ത് പോകുന്നത്. അതായത് +2 ലെവൽ നിങ്ങൾ പഠിക്കാത്ത ടോപ്പിക്ക്, എന്നാൽ നമ്മൾ കൊടുക്കുന്ന ടോപ്പിക്കാണ്. ഇപ്പോൾ ബയോമോളിക്യൂൾസ് തന്നെ ഇതും, പക്ഷേ നിങ്ങൾ +2 പഠിക്കുന്നതല്ല, PG പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ +2 പഠിക്കുന്ന ടോപ്പിക്കിൻ്റെ തന്നെ PG ഡിഗ്രിയിലോ ബേസിക് ക്വസ്റ്റ്യൻസ് അവർ എടുക്കുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഇത്, തൊട്ട് മുന്നേ കണ്ടതല്ല. അടുത്തിലോട്ട് പോകാം. ദ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ വിച്ച് ഈസ് ഐസോ ഇലക്ട്രോണിക് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ഐസോ ഇലക്ട്രോണിക് മീൻസ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ഇതിലേതാണ് ഐസോ ഇലക്ട്രോണിക്? അപ്പോൾ ആദ്യം നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം. എന്നിട്ട് ആ ഇലക്ട്രോൺസിൻ്റെ എണ്ണം തന്നെ ഇതിൽ ആർക്കാണ് വരുന്നത് ചെക്ക് ചെയ്യാം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇലക്ട്രോൺ, കാർബണിൻ്റെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 6 ആണ്. അറ്റോമിക് നമ്പർ 6 ആണ് കാർബൺ. അപ്പോൾ 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്. അപ്പോൾ 8 ഇലക്ട്രോൺസ് ഉണ്ട്. 8 × 2 16 ആണ്. 16 × 6 22 ഇലക്ട്രോൺസ്. ഇതിൽ ആർക്കാണ് 22 ഇലക്ട്രോൺസ് വരുന്നതെന്ന് നോക്കിയാൽ മതി. അവർ രണ്ടുപേരുമായിരിക്കും ഐസോ ഇലക്ട്രോണിക്. നോക്കാം. ആദ്യം NO. നൈട്രജൻ 7ാമത്തെ ആളാണ്. അപ്പോൾ 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്സിജൻ 8ാമത്തെ ആളാണ്. അപ്പോൾ 8 ഇലക്ട്രോൺസ് ഉണ്ട്. 8 7 15 ഇലക്ട്രോൺസ് ആണ്. നമുക്ക് വേണ്ടത് 22 ആണ്, A അല്ല. N2O2. നൈട്രജൻ്റെ കയ്യിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. 7 × 2 14. ഓക്സിജൻ്റെ കയ്യിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. 8 × 2 16. 16 14 30 ഇലക്ട്രോൺസ് അല്ല, 22 മതി നമുക്ക്. NO2ൽ നൈട്രജൻ്റെ കയ്യിൽ 7 ഇലക്ട്രോൺ, ഓക്സിജൻ്റെ കയ്യിൽ 8 ഇലക്ട്രോൺ. 8 × 2 16 ഇലക്ട്രോൺസ്. 16 4 20 23 അല്ലേ? 23. നമുക്ക് വേണ്ടത് 22 ആണ്. ആൻസർ എന്തായിരിക്കും? അപ്പം ഓപ്ഷൻ ഡി ആയിരിക്കും, N2. നൈട്രജൻ്റെ കയ്യിൽ 7, 2 നൈട്രജൻ ആകുമ്പോൾ 14. ഓക്സിജൻ്റെ കയ്യിൽ 8, 14 8 22 ഇലക്ട്രോൺസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, N2. അപ്പോൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന ആൾക്കാർ ഓരോ ആറ്റത്തിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൗണ്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ആർക്കാണ് സെയിം ഇലക്ട്രോൺസ് വരുന്നത് നോക്കുക, അവരായിരിക്കും ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഗാമ റേസ് ആർ
എന്താണ് ഗാമാ റേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഗാമാ റേ, എക്സ്റേ, കോസ്മിക് റേ, ഗാമാ റേ, എക്സ്റേ, UV, വിസിബിൾ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്സ്, റേഡിയോസ്, ഇതെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ്. പ്രത്യേകിച്ച് മീഡിയത്തിൻ്റെ ആവശ്യമില്ല. ലൈറ്റിൻ്റെ അതേ വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അവർ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. നോക്കാം. എക്സ്ട്രീംലി സ്മാൾ ആൻഡ് ഫാസ്റ്റ് മൂവിങ് പാർട്ടിക്കിൾ ഓഫ് മാറ്റർ, ഹൈ സ്പീഡ് പോസിട്രോൺസ്, തെറ്റാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, ആൻസർ ഓപ്ഷൻ സി ആണ്. ഗാമാ റേസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എക്സാമ്പിളാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. Among the following, which electromagnetic radiation has maximum wavelength? നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ വേവ് ലെങ്തിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. നിങ്ങളത് +1 അറ്റോമിക് സ്ട്രക്ചറിൽ പഠിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? കോസ്മിക് റേക്കാണ് ഏറ്റവും വേവ് ലെങ്ത് കുറവ്. അങ്ങോട്ട് പോകുന്നതോറും വേവ് ലെങ്ത് കൂടി വരും. കോസ്മിക് റേ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഗാമാ റേ, പിന്നെ വരുന്നത് എക്സ്റേ, പിന്നെ UV, പിന്നെ വിസിബിൾ, പിന്നെ IR ഇൻഫ്രാറെഡ്, പിന്നെ മൈക്രോവേവ്, പിന്നെ റേഡിയോ വേവ്. അപ്പോൾ ഏറ്റവും വേവ് ലെങ്ത് കൂടിയ ആൾ റേഡിയോസ് ആണ്. ഏറ്റവും ഫ്രീക്വൻസി കുറഞ്ഞ ആളും റേഡിയോ വേവ്സ് ആണ്. വേവ് ലെങ്ത് കൂടുന്തോറും ഫ്രീക്വൻസി കുറയും. അപ്പം ഏറ്റവും വേവ് ലെങ്ത് കൂടിയ ആൾ വേവ് ലെങ്ത് കൂടിയ ആയതുകൊണ്ടാണ് നമ്മൾ FM-ലാക്കി യൂസ് ചെയ്യുന്നത്. FM-ൽ യൂസ് ചെയ്യുന്ന റേഡിയോസ് ആണ്. റേഡിയോയിലേക്ക് അതിനകത്ത് നമ്മൾ ട്യൂൺ ചെയ്തെടുക്കില്ലേ, അതെല്ലാം ഈ ട്യൂൺ ചെയ്യുന്നത് ഈ റേഡിയോസിനെ കറക്റ്റായിട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. FM-ലും അത് തന്നെ നമ്മൾ ചെയ്യുന്നത്, ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക ഫ്രീക്വൻസി അല്ലേ. 93.5, 93.6, 107.8 അങ്ങനെയൊക്കെ നമ്മൾ FM-ൻ്റെ ഫ്രീക്വൻസി പറയാറുണ്ട്. അതെല്ലാം ഈ റേഡിയോസിനെ വെച്ചിട്ടാണ് പറയുന്നത്. ഏറ്റവും ഫ്രീക്വൻസി കൂടുതലുള്ള റേഡിയോസ്, അതുകൊണ്ടാണ് ആ ട്രാൻസിഷൻ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, റേഡിയോ വേവ്സ്. ഇതാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ വേവ് ലെങ്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. അടുത്തിലോട്ട് പോകാം. The half-life period of a radioactive element is 140 days. After 560 days, 1 gram of element will reduce to. ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിൻ്റെ, ഇത് +2 ലെവൽ ടോപ്പിക്ക് തന്നെയാണ്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ആയതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ഒന്നും ഇരിക്കേണ്ട. +2 ലെവലിൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് എൻട്രൻസ് ലെവലിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ചില അതായത് ഇപ്പോഴല്ല, പണ്ടായിരുന്നെങ്കിൽ 2008, 2010 റേഞ്ചിൽ ആ ഒരു ടൈമിൽ നമുക്ക് +2 ലെവലിൽ നമ്മുടെ ബേസിക് എക്സാമിന്, അതായത് നമ്മുടെ ഹയർ സെക്കൻഡറി എക്സാമിന് ചോദിക്കുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അവർ ചോദിക്കാറില്ല. ഓക്കെ, ഇപ്പം എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അവർ കൂടുതലും ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പോൾ അവർ ചോദിക്കാറില്ല. ഇത് ICSE CBSE പിള്ളേർക്ക് ചോദിക്കാറുണ്ട് +1 +2. കാരണം ഇതൊരു കൈനറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കൈനറ്റിക്സിൽ നമ്മൾ എടുക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നീറ്റ് ലെവലിൽ നമുക്ക് ചോദിക്കാറുണ്ട്. മെഡിസിനോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എക്സാംസിന് നമുക്ക് ചോദിക്കാറുണ്ട്. സിമ്പിളാണ്. ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ ഉണ്ട്, നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് അല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. 140 ദിവസമാണ് ഹാഫ് ലൈഫ്. ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് സാമ്പിൾ പകുതിയാകാൻ എടുക്കുന്ന ടൈം, അതിനാണ് നമ്മൾ ഹാഫ് ലൈഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ അയാൾ പകുതിയാവും. അടുത്ത ഹാഫ് ലൈഫ് കഴിയുമ്പോൾ അതിൻ്റെ പകുതിയാവും. അടുത്ത ഹാഫ് ലൈഫ് കഴിയുമ്പോൾ അതിൻ്റെ പകുതിയാവും. അങ്ങനെ എടുക്കുന്നതിൻ്റെ പകുതിയായി പോവുകയാണ്. അങ്ങനെ വേണം ചിന്തിക്കാൻ. അല്ല പകുതിയായി അടുത്ത ഹാഫ് ലൈഫ് കഴിയുമ്പോൾ മൊത്തത്തിൽ തീരുന്നു എന്നല്ല, അതിൻ്റെ പകുതിയാണ് പിന്നെ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ 1/2, 1/4 അങ്ങനെയാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ 1-ൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം 140 ദിവസം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഹാഫ് ലൈഫ്, ഒരു ഹാഫ് ലൈഫ്. അത് കഴിയുമ്പോൾ ഇതിൻ്റെ പകുതിയാവും, 1/2 ആവും. നമുക്ക് വേണ്ടത് 560 ദിവസമാണ്. 560 ദിവസം എത്ര? 140ൻ്റെ എത്ര? 140 ഇൻറ്റു ഒരു 4 ചെയ്ത് നോക്കാം. 0, 4, 16, 1, 1, 4, 4, 5. അപ്പം 4 ഹാഫ് ലൈഫ് കഴിയണം. 140നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 500. അപ്പം 140 വെച്ച് 4 തവണ കഴിയണം. അപ്പം 4 ഹാഫ് ലൈഫ് കഴിയണം. അപ്പം 4 ഹാഫ് ലൈഫ് കഴിയുമ്പോൾ എന്ത് ബാക്കി വരുമെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ഹാഫ് ലൈഫ് കഴിയും. വീണ്ടും ഒരു ഹാഫ് ലൈഫും കൂടെ കഴിയുമ്പോൾ ഇപ്പോൾ 2 ഹാഫ് ലൈഫായി. 1/2ൻ്റെ പകുതിയാവും. അരയുടെ പകുതി എത്ര? 1/4 ആവും. ഇപ്പോൾ 2 ഹാഫ് ലൈഫ് കഴിയും. ഇനി ഒരു ഹാഫ് ലൈഫും കൂടെ കഴിയുമ്പോൾ 140 കൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ പകുതിയാവും. 1/4ൻ്റെ പകുതി എത്ര? 1/8 ആവും. ഇനി ഒരു ഹാഫ് ലൈഫും കൂടെ കഴിയുമ്പോൾ 140 എത്രയായി? 1/16 ആവും. ഇപ്പോൾ എത്ര ഹാഫ് ലൈഫ് കഴിഞ്ഞു? 140, 320 അല്ലേ? 100, 200, 40, 280. 280 + 140, 320. 320 + 140, 420, 480, 560. ശരിയല്ലേ? 140, 2, 3, 4 ആയി. 140 × 4, 560 ദിവസം കംപ്ലീറ്റ് ആയി. 500 ദിവസം കഴിഞ്ഞപ്പോൾ എത്ര ബാക്കി വന്നാൽ 1/16 ആണ്. ആൻസർ എന്തേ?
ഓപ്ഷൻ ഡി ആണ്. ചിലപ്പോൾ ഇത് പെർസെൻറ്റേജിൽ ചോദിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ 100ൽ സ്റ്റാർട്ട് ചെയ്യുക. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 100 ആണ്. 100ൻ്റെ പകുതി എത്ര? 50%. 50ൻ്റെ പകുതി എത്ര? 25%. 25ൻ്റെ പകുതി എത്ര? 12.5%. 12.5% പകുതി എത്ര? 6.25. പിന്നെ അത് 3 അങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പം പെർസെൻറ്റേജിലായിരുന്നെങ്കിൽ ബാക്കി വരുന്ന പെർസെൻറ്റേജ് എത്ര? 6.25% ബാക്കി വരും. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി 1/16 ഗ്രാം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് വെൻ ആറ്റംസ് ആർ സബ്ജക്റ്റഡ് ടു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ്. ആറ്റത്തിനെ നമ്മൾ സ്ട്രോങ് ആയിട്ടൊരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരെന്താണ്? അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന വിളിക്കുന്ന പേര് സ്റ്റാർക്ക് എഫക്റ്റ് എന്നാണ്. മാഗ്നറ്റിക് ഫീൽഡിലായിരുന്നെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സീമൻ എഫക്റ്റ് എന്ന് വിളിക്കും. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വേറെയാണ്. നമ്മുടെ മെറ്റലിൻ്റെ സർഫസിനകത്തോട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഒന്ന് വീഴുമ്പോൾ ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്ത് പോകുന്ന പ്രോസസ്സാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഡി കെ വേറെയാണ്. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് നശിക്കുന്ന പ്രോസസ്സാണ് ഡി കെ. ആൻസർ ഓപ്ഷൻ എ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ടാണ് സ്റ്റാർക്ക് എഫക്റ്റ്, മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നെങ്കിൽ സീമൻ എഫക്റ്റ്. അടുത്തിലോട്ട് പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദി ലാർജസ്റ്റ് അറ്റോമിക് റേഡിയസ്? നമ്മൾ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഏത് ലെവലാണെന്നുള്ളത്. ഇത് ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ +1 ലെവലാണ്. അറ്റോമിക് സ്ട്രക്ചറിനകത്ത് നമ്മൾ നമ്മുടെ ബോറിൻ്റെ ആറ്റം മോഡൽ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ പോസ്റ്റ്ലേറ്റ്സ്, അതിൻ്റെ ഡ്രോബാക്ക് ആയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ലാർജസ്റ്റ് അറ്റോമിക് റേഡിയസ്? ഇതിലേതിനാണ് അറ്റോമിക് റേഡിയസ് കൂടുതൽ? നമുക്കറിയാം, ഇങ്ങോട്ട് പോകുന്തോറും പീരിയോഡിക് ടേബിളിൽ അങ്ങോട്ട് പോകുന്തോറും അറ്റോമിക് റേഡിയസ് കുറയും. താഴോട്ട് വരുന്തോറും അറ്റോമിക് റേഡിയസ് കൂടും. അത് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമുക്കറിയാം, ലിഥിയം ഒന്നാമത്തെ ഗ്രൂപ്പ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. ലിഥിയം കഴിഞ്ഞാൽ ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. Then ബോറോൺ, ലിഥിയമായി അല്ലേ, പിന്നെ പൊട്ടാസ്യമായി, ദെൻ സ്ട്രോൺഷ്യമായി, റേഡിയമാണ് അല്ലേ. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, കാർബൺ, സിലിക്കൺ, ജർമ്മൻ, ടിൻ, ലെഡ്. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡോൺ. അപ്പം നമുക്ക് വന്നിരിക്കുന്നത് ലിഥിയം, പൊട്ടാസ്യം, സ്ട്രോൺഷ്യം, റാഡോൺ ആണ് അല്ലേ. റാഡോൺ ആണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സൈസ് കൂടിയ ആൾ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാർജസ്റ്റ് അറ്റോമിക് റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാർജസ്റ്റ് അറ്റോമിക് റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, താഴോട്ട് വരുന്നതോറും എന്ത് ചെയ്യും? സൈസ് കൂടും. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും സൈസ് കുറയും. അപ്പം ഇതിന് സൈസ് കൂടുതലാണ്, അപ്പോൾ അങ്ങോട്ട് പോകുന്നൊരു സൈസ് കുറവാണ്. ഇതിനെക്കാട്ടി സൈസ് കൂടുതലാണ് ഇയാൾക്ക്, അപ്പോൾ അങ്ങോട്ട് പോകുന്നൊരു സൈസ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഇതിനെക്കാട്ടി സൈസ് കൂടുതലാണ് ഇയാൾക്ക്, അപ്പോൾ അങ്ങോട്ട് പോകുന്നൊരു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഇതിനെക്കാട്ടി സൈസ് കൂടുതലാണ് ഇയാൾക്ക്, അപ്പോൾ അങ്ങോട്ട് പോകുന്നൊരു കുറഞ്ഞു. ഇപ്പോൾ എന്തായാലും താഴോട്ട് വരുന്നൊരു സൈസ് കൂടി വരികയാണ്. സോ ഏറ്റവും താഴെ കിടക്കുന്ന ആൾ 6 ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, 6. ഇത് അറ്റോമിക് സൈസ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞാൽ മതി. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നൊരു സൈസ് കൂടും, മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന സൈസ് കൂടും. ആൻസർ ഓപ്ഷൻ സി ആണ്, 6. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്ട്രോങ്ങസ്റ്റ് ആസിഡ്? ഇതിലേതാണ് സ്ട്രോങ്ങസ്റ്റ് ആസിഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഹൈഡ്രജൻ്റെ ആസിഡാണ്. ഹൈഡ്രജൻ്റെ കൂടെ വരുന്ന ആൾക്കാരെ മാത്രം ഒന്ന് ചെക്ക് ചെയ്യുക. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഹൈഡ്രജൻ്റെ ആസിഡ്സിൻ്റെ കേസിൽ ഹൈഡ്രജൻ്റെ കൂടെ വരുന്ന ആളെ വെച്ചിട്ടാണ് നമ്മൾ അസിഡിറ്റി പറയുന്നത്. നിങ്ങൾ ചിലപ്പം കണ്ണ് ഉടച്ചുകൊണ്ട് ആൻസർ HCl എന്ന് എഴുതി, തെറ്റാണ്. ഹൈഡ്രജൻ ആസിഡ്സിൻ്റെ കേസിൽ കൂടെ വരുന്ന ആളെ നോക്കാം. കൂടെ വരുന്ന ആൾക്കാർ ഒരേ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഒരേ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ താഴോട്ട് വരുന്തോറും അസിഡിറ്റി കൂടും. ഹൈഡ്രജൻ ആസിഡ്സിൻ്റെ കേസിൽ ഹൈഡ്രജൻ്റെ കൂടെ ആസിഡ് വരുന്നു. ഹൈഡ്രജൻ ആസിഡ്സിൻ്റെ കേസിൽ ഹൈഡ്രജൻ വേറൊരാൾ,
അതിൻ്റെ കേസിൽ അതിൻ്റെ കൂടെ വരുന്ന ആളെ നോക്കുക. ഹൈഡ്രജൻ മാറ്റിയിട്ട് കൂടെ വരുന്ന ആളെ നോക്കുക. കൂടെ വരുന്ന ആൾക്കാർ ഒരേ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ താഴോട്ട് വരുന്തോറും അസിഡിറ്റി കൂടും. അപ്പോൾ താഴോട്ട് വരുന്തോറും അസിഡിറ്റി കൂടും. അപ്പോൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ആയിരിക്കും HI ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ഡി. എന്നാൽ ഒരേ പീരീഡിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ CH4 NH3 ദെൻ H2O HF, ഇത് കണ്ടോ, ഇത് ഒരേ ഹൈഡ്രജനെ മാറ്റാം. നമുക്ക് ഹൈഡ്രജനെ മാറ്റാം. പിന്നെ വരുന്ന ആൾക്കാർ നമ്മൾ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഇത് കണ്ടോ, ഇത് ഒരേ പീരീഡാണ്. ഒരേ പീരീഡിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി നോക്കുക. ഇലക്ട്രോ നെഗറ്റിവിറ്റി ആർക്കാണോ കൂടുതൽ അയാളായിരിക്കും സ്ട്രോങ്ങർ ആസിഡ്. ഒരേ ഗ്രൂപ്പിൽ വരുന്ന ഹൈഡ്രജൻ്റെ കൂടെ വരുന്ന ആളെ ഹൈഡ്രജൻ മാറ്റുക, കൂടെ വരുന്ന ആളെ നോക്കുക. ഹൈഡ്രജൻ ആസിഡ്സിൻ്റെ കേസിൽ മാത്രമാണ്. ഹൈഡ്രജൻ ആസിഡ്സിൻ്റെ കേസിൽ ഹൈഡ്രജൻ്റെ കൂടെ വരുന്ന ആളെ നോക്കുക, ഹൈഡ്രജൻ മാറ്റിയിട്ട് കൂടെ വരുന്ന ആളെ നോക്കുക. അതൊരേ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ താഴോട്ട് വരുന്നതോറും അസിഡിറ്റി കൂടും. ഏറ്റവും താഴെ കിടക്കുന്ന ആൾക്കാർ അസിഡിറ്റി. ഒരേ പീരീഡിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ആർക്കാണ് അതിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ നോക്കുക. ഇതിന് ആർക്കാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ? ഫ്ലോറിനാണ്. അപ്പോൾ അയാളായിരിക്കും സ്ട്രോങ്ങർ ആസിഡ്. അപ്പോൾ HF ആണ് ഇവിടുത്തെ സ്ട്രോങ്ങർ ആസിഡ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് HI. ക്ലിയർ? ഇത് +2 ലെവലാണ്. അടുത്ത ദിവസത്തിലോട്ട് പോകുന്നു. ഹാലജൻ വിച്ച് ഷോസ് ഹയസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ. ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടറിൻ്റെ ഓപ്പോസിറ്റ്. ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടറിൻ്റെ ഓപ്പോസിറ്റ് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ. നമ്മുടെ +1 ആണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ, 3ാമത്തെ ചാപ്റ്റർ. അപ്പം ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടറിൻ്റെ ഓപ്പോസിറ്റ്. നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന ആൾക്കാരെ നോക്കാം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇതൊരേ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്. ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുകയാണെങ്കിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ത് ചെയ്യും? കൂടും. അപ്പോൾ താഴോട്ട് വരുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഓപ്പോസിറ്റാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി. അപ്പോൾ താഴോട്ട് വരുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുകയാണെങ്കിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ത് ചെയ്യും? കൂടും. സോ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുതൽ ആർക്കാ? അയഡിനാണ്. ആൻസർ ഓപ്ഷൻ ബി, അയഡിൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ആർക്കാന്ന് വെച്ചാൽ ഫ്ലോറിൻ ആൻസർ എഴുതിയാണ്. ആൻസർ ഓപ്ഷൻ ബി, അയഡിനാണ്. ഓക്കെ, സിമ്പിളാണ്. ഒരേ ഗ്രൂപ്പിലാണെങ്കിൽ താഴോട്ട് വരുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. അപ്പോൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടും. പീരീഡിലാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും, ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഗ്യാസ് യൂസ്ഡ് ഫോർ ഇൻഫ്ലേറ്റിംഗ് ദ ടയേഴ്സ് ഓഫ് എയർപ്ലെയിൻസ് ഈസ്. എയർപ്ലെയിൻസിൻ്റെ ടയേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിലെ ടയറിലും യൂസ് ചെയ്യാറുണ്ട്. അത് ഒന്ന് നൈട്രജൻ ആൻഡ് ഹീലിയമാണ്. നമ്മൾ വണ്ടിയുടെ ടയറിലും നമ്മൾ നൈട്രജൻ ഫില്ല് ചെയ്യാറുണ്ട്, കൂടാതെ ഹീലിയം നമ്മൾ ഹയർ ഏരിയയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ എയറിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, നമ്മൾ ഹീലിയം ഫില്ല് ചെയ്യുന്നു കേട്ടോ. ആൻസർ ഓപ്ഷൻ എ ആണ്. സിമ്പിൾ, നമ്മുടെ എൻവയോൺമെൻറ്റലുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ടോപ്പിക്കാണ്. അടുത്തത് പ്ലാസ്റ്റർ ഓഫ് പാരീസിസ്. ഇതൊരു കോമൺ ടേമാണ്. ഇത് നമ്മൾ +1 നമ്മുടെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് പഠിക്കുമ്പോഴത്തേക്ക് സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഉണ്ട്. അതിനകത്ത് നമ്മൾ പഠിക്കുന്നതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഫോർമുല CaSO4 ½ ആണ്. ഇതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. CaSO4 2H2 ഒരു പേരുണ്ട്. ഇത് ജിപ്സം ആണ്. ഈ ജിപ്സത്തിൽ നിന്നാണ് നമ്മൾ എന്തിനെ പ്രിപ്പയർ ചെയ്യുന്നത്? പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ജിപ്സമാണ് നമ്മളത്, അതിൽ നിന്നാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഹാസ് ലോവസ്റ്റ് ആനിയോൺ ടു കാറ്റയോൺ റേഷ്യോ. ഇതിലേത് ആൾക്കാർക്കാണ് ലോവസ്റ്റ് ആനിയോൺ ടു കാറ്റയോൺ റേഷ്യോ വരുന്നത്? ആനിയോൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജ്, അപ്പം മുകളിൽ നെഗറ്റീവ് വരണം, താഴെ പോസിറ്റീവ് വരണം. ഈ റേഷ്യോ ആർക്കാണ് കൂടുതലെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ എലമെൻറ്റ്സ് ഒക്കെ നോക്കാം. ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, താഴെ വരുന്ന ആൾക്കാരാണ് 3 പേര്. പിന്നെ കൂടെ വരുന്നത് ഫ്ലൂറിൻ, അയഡിൻ, ഇതാ വരുന്നത്. ഓക്കെ, അപ്പം ഈ റേഷ്യോ ലോവസ്റ്റ് ആയിരിക്കണം. ലോവസ്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേഷ്യോ ലോവസ്റ്റ് ആകണമെങ്കിൽ ശ്രദ്ധിച്ചോണേ, നമ്മളിത് പറഞ്ഞിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഹാസ് ലോവസ്റ്റ് ആനിയോൺ ടു കാറ്റയോൺ സൈസ് റേഷ്യോ. അവരുടെ ആനിയോൺ മീൻസ് നെഗറ്റീവ് ചാർജ്, അതിൻ്റെയും പോസിറ്റീവ് ചാർജിൻ്റെയും റേഷ്യോ അത് ആർക്കാണ് ഏറ്റവും കുറവ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം കിടക്കുന്ന ആൾക്കെല്ലാം പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇത് ഇത്രയും പോസിറ്റീവ് ചാർജ് വരുന്ന ആൾക്കാരാണ്. പിന്നെ നെഗറ്റീവ് ചാർജ് വരുന്ന 2 ആൾക്കാരേ ഉള്ളൂ, ഫ്ലൂറിനും അയഡിനും. അപ്പം നെഗറ്റീവ് ടു പോസിറ്റീവ് റേഷ്യോ ആണ് എടുക്കേണ്ടത്. ഈ റേഷ്യോ ലോവസ്റ്റ് കുറയണമെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ കൂടണം. ഡിനോമിനേറ്റർ കൂടുന്തോറുമാണ് എന്താ നമുക്ക് ഇത് കുറയുന്നത്, ഡിനോമിനേറ്റർ കൂടണം.
ഡിനോമിനേറ്റർ കൂടണമെങ്കിൽ പോസിറ്റീവിൻ്റെ വാല്യൂ കൂടണം. പോസിറ്റീവിൻ്റെ വാല്യൂ കൂടണമെങ്കിൽ പോസിറ്റീവിൻ്റെ സൈസ് കൂടണം. പോസിറ്റീവ് സൈസ് കൂടിയത് ആർക്കാണെന്ന് നോക്കിയാൽ മതി. താഴോട്ട് വരുന്നതോറും സൈസ് കൂടുകയാണ്. അപ്പോൾ പോസിറ്റീവ് സൈസ് ഇതിനകത്ത് ഏറ്റവും കൂടിയ ആൾ സീഷ്യമാണ്. അപ്പോൾ സീഷ്യമാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. പക്ഷേ സീഷ്യം വരുന്ന 2 ഓപ്ഷനും അതിലേതാണെന്ന് ഇനി ചൂസ് ചെയ്യാം. സീഷ്യം വരുന്ന 2 ഓപ്ഷൻ അതിലേതാണെന്ന് ഇനി ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ചോദിച്ചിരിക്കുന്നത് ലോവസ്റ്റ് ആനയോൺ ടു കാറ്റയോൺ സൈസ് റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ചോദിച്ചത് ലോവസ്റ്റ് ആനയോൺ ടു കാറ്റയോൺ സൈസ് റേഷ്യോ ആണ്. അപ്പം ആനയോൺ നെഗറ്റീവ് ചാർജ് മുകളിലും കാറ്റയോൺ പോസിറ്റീവ് ചാർജ് താഴെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് വരുന്ന ആൾക്കാർ എപ്പോഴും രണ്ടാമത്തെ ആൾക്കാരും പോസിറ്റീവ് ചാർജ് വരുന്ന ആൾക്കാരാണ്. അപ്പം ലിഥിയം, സോഡിയം, സീഷ്യം അതാണ് നമ്മുടെ പോസിറ്റീവ് പാർട്ട്. ഫ്ലൂറിനും അയഡിനുമാണ് നമ്മുടെ നെഗറ്റീവ് പാർട്ട്. ഇതിൻ്റെ വാല്യൂ ചെറുതാവണമെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ വലുതാവണം. ഡിനോമിനേറ്റർ മീൻസ് പോസിറ്റീവ് ചാർജ് വരുത്തുന്ന ആൾക്കാർ വലുതാവണം. പോസിറ്റീവ് ചാർജ് വരുത്തുന്ന ആൾക്കാർ ഇവർ 3 പേരും. ഇവരിൽ 3 പേരിൽ ആരാ വലുത്? ഇവർ 3 പേരും ഒരേ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. അപ്പം താഴോട്ട് വരുന്നതോറും സൈസ് കൂടുകയാണ്. അപ്പോൾ ഏറ്റവും സൈസ് കൂടുതൽ സീഷ്യത്തിനാണ്. അപ്പോൾ സീഷ്യമാണ് താഴെ വരേണ്ടത്. അപ്പം ഇതും നമുക്ക് കട്ട് ചെയ്യാം. കാരണം ഇതിൽ ലിഥിയം വന്നേക്കുന്നത് ഏറ്റവും ചെറിയ ആൾ. ഇവിടെ ചെറുതാകും തോറും ആക്ച്വലി ഈ വാല്യൂ വലുതാവുക. ഈ ഡിനോമിനേറ്റർ ചെറുതാകും തോറും ആ ഫ്രാക്ഷൻ എടുക്കുമ്പോൾ അത് വലുതാവും. അപ്പോൾ എന്തായാലും ഇത് രണ്ടും വരത്തില്ല. പിന്നെ നമുക്ക് പ്രശ്നം സീഷ്യത്തിൻ്റെ 2 കോമ്പൗണ്ട് അയഡിനും ഉണ്ട് ഫ്ലൂറിനും ഉണ്ട്. അപ്പോൾ സീഷ്യം നമുക്ക് കിട്ടി. ഇനി നമ്മൾ പറയുന്നത് ഈ വാല്യൂ ചെറുതാവണമെങ്കിൽ ഇത് ഓൾറെഡി വലുതാവണം, അത് നമുക്ക് കിട്ടി. ഇത് ചെറുതാവണമെങ്കിൽ ഈ വാല്യൂ എന്താവണം? ചെറുതാവണം. ഒരു ഫ്രാക്ഷൻ്റെ വാല്യൂ ചെറുതാവണമെങ്കിൽ ഡിനോമിനേറ്റർ വലുതാകണം, ന്യൂമറേറ്റർ ചെറുതാവണം. ന്യൂമറേറ്റർ ചെറുതാകുമ്പോഴും വലുതാവും. ഒരു ഫ്രാക്ഷൻ എടുക്കുമ്പോൾ ന്യൂമറേറ്റർ ചെറുതാകും തോറും വലുതാവും. ഇതിനകത്ത് ആർക്കാണ് ന്യൂമറേറ്റർ ചെറുത്? ന്യൂമറേറ്റർ ചെറുതെന്ന് പറഞ്ഞാൽ മുകളിലത്തെ വാല്യൂ വലുത്, മുകളിലത്തെ വാല്യൂ ചെറുത്, മുകളിലത്തെ വാല്യൂ നെഗറ്റീവ്. നെഗറ്റീവിൽ ആരാ ചെറുത്? നെഗറ്റീവിലും ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ആയിരിക്കും. താഴെ വരുന്ന ആൾക്കാരാണ്. അതിൽ ചെറുത് ഫ്ലൂറിനാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സീഷ്യം ഫ്ലൂറൈഡ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. സിമ്പിൾ സാധനം. +2 ടോപ്പിക് തന്നെയാണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ദ ഫിംഗർ പ്രിന്റ് റീജിയൻ ഇൻ ദി IR സ്പെക്ട്രം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫിംഗർ പ്രിന്റ് റീജിയൻ, ഫിംഗർ പ്രിന്റ് സ്പെക്ട്രം നമ്മൾ പഠിക്കുന്നതാണ്. സ്പെക്ട്രോസ്കോപ്പി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്നതുമാണ്. IR സ്പെക്ട്രോസ്കോപ്പിയിലാണ് നമുക്ക് വരുന്നത്. ഫിംഗർ പ്രിന്റ് റീജിയൻ വരുന്നത് 900 മുതൽ 1400 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് വരെയാണ്. കാണാതെ പഠിച്ചു വെക്കേണ്ട സെക്ഷനാണ്. ആ ഒരു റീജിയനെയാണ് നമുക്ക് ഫിംഗർ പ്രിന്റ് എന്നുള്ളത്. കാരണം നമുക്ക് അവിടെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആൻസർ ഓപ്ഷൻ എ ആണ്. സിമ്പിൾ. അത് ഡിഗ്രി ലെവലാണ് കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ക്രോമോഫോർ? ക്രോമോഫോർ ആൻഡ് ഓക്സോക്രോംസ്. ക്രോമോഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓക്സോക്രോംസും ക്രോമോഫോറും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ക്രോമോഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾക്ക് 2 ടൈപ്പ് ആൾക്കാരാണ് വരുന്നത്. ഒന്ന് ക്രോമോഫോറും ഒന്ന് ഓക്സോക്രോംസും. ക്രോമോഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ ക്രോമോഫോർസ് എന്ന് വിളിക്കുന്നത്. ഒരു മോളിക്യൂളിന് സ്വന്തമായിട്ട് തന്നെ കളർ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോമോഫോർ. ഇനി ഓക്സോക്രോംസ് എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് അവർക്ക് കളറില്ല, എന്നാൽ അവർ ക്രോമോഫോറിനോടൊപ്പം വന്നാൽ അവർക്ക് കളർ കാണിക്കാൻ പറ്റും. അങ്ങനെയുള്ളവരാണ് നമ്മൾ ഓക്സോക്രോംസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ക്രോമോഫോർ എന്നാണ്. ഇതിൽ ആരാണ് ക്രോമോഫോർ? കളർ കാണിക്കാൻ പറ്റുന്ന ആൾക്കാരെന്നാണ്. ഡെഫിനറ്റ്ലി ആരാണ്? NO2 ഗ്രൂപ്പാണ്. നമ്മൾ എക്സാമ്പിളും പഠിക്കുന്നതാണ്. എത്തിലീൻ, ഈഥൈൻ, അതിൻ്റെ കൂടെ വരുന്ന ഗ്രൂപ്പാണ് NO2 ഗ്രൂപ്പ്. ബാക്കി എല്ലാവരും ഓക്സോക്രോംസ് ആണ്. ഇവർ ക്രോമോഫോറിനോടൊപ്പം വന്നാൽ കളർ കാണിക്കും. NH2 NO2നോടൊപ്പം വന്നാൽ കളർ കാണിക്കും. Br NO2നോടൊപ്പം വന്നാൽ കളർ കാണിക്കും. OH NO2നോടൊപ്പം വന്നാൽ കളർ കാണിക്കും. ഓക്സോക്രോംസ് കളർ ഇമ്പാർട്ട് ചെയ്യും. നമുക്ക് കളർ കാണാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ക്രോമോഫോർസ്. അത് ഇൻറ്റൻസിറ്റി ഒന്നും കൂടെ കൂട്ടുന്നത്, അതായത് അതിൻ്റെ കൂടെ നമ്മളൊരു ഓക്സോക്രോമിനും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും ഇതിൻ്റെ പ്രസൻസിൽ കളർ കാണിക്കും. അപ്പം നമുക്ക് കളർ കുറച്ചും കൂടി ഇമ്പാർട്ടഡ് ആവും. ആൻസർ ഓപ്ഷൻ
ബി ആണ്, ഡിഗ്രി ലെവലാണ്. When lambda max of a compound shift to a longer wavelength, the compound is said to have undergone. ലോങ്ങർ വേവ് ലെങ്ത് തൊട്ട് മാക്സിമം വാല്യൂ ഷിഫ്റ്റ് ചെയ്താൽ, ലാംഡ മാക്സ് ഷിഫ്റ്റ് ചെയ്താൽ, ലാംഡ മാക്സ് ലോങ്ങർ വേവ് ലെങ്തിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് നമ്മൾ ബാത്തോക്രോമിക് ഷിഫ്റ്റ് അല്ലെങ്കിൽ റെഡ് ഷിഫ്റ്റ് എന്നാണ്. ഓക്കെ. പിന്നെ ഷോർട്ടർ വേവ് ലെങ്തോട്ടിലാട്ടാണെങ്കിൽ നമ്മളതിനെ ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് അല്ലെങ്കിൽ ബ്ലൂ ഷിഫ്റ്റ് എന്ന് വിളിക്കും. റെഡ് ഷിഫ്റ്റും ഇത് ബ്ലൂ ഷിഫ്റ്റും. അപ്പം ലാംഡ മാക്സിമം വേവ് ലെങ്ത്, ആ പീക്ക്, മാക്സിമം വേവ് ലെങ്തിൻ്റെ പീക്ക് ലോങ്ങർ വേവ് ലെങ്തിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ റെഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്നും, ഷോർട്ടർ വേവ് ലെങ്തിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് അല്ലെങ്കിൽ ബ്ലൂ ഷിഫ്റ്റ്. ഇനിയുണ്ട് ഈ ഫ്രീക്വൻസി നമ്മൾ ഹയർ റീജിയനിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനെ ഹൈപ്പർക്രോമിക് എന്നും, ലോവർ റീജിയനിലോട്ടാണെങ്കിൽ ഹൈപ്പോക്രോമിക് എന്നും വിളിക്കും. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഡിഗ്രി ലെവലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്? പ്ലസ് ടു ലെവലാണ്. പോളിമേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. ആ പോളിമേഴ്സിൽ അത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി, കാരണം അതിൽ നിന്ന് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എക്സാമ്പിൾ നമ്മൾ പഠിച്ചതുമാണ് അവിടെ, സേ ബേക്കലൈറ്റ്. ബാക്കി PVC ആയാലും പെർസ്പെക്സ് ആയാലും PVA ആയാലും എല്ലാം എന്താ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളല്ല, തെർമോ പ്ലാസ്റ്റിക്കുകളാണ്. അത് നമുക്ക് ചൂടാക്കി പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും, രൂപമാറ്റം വരുത്താൻ പറ്റും. ബേക്കലൈറ്റ് ഒരിക്കൽ ചൂടാക്കിയാൽ രൂപമാറ്റം വരുത്താം, പിന്നെ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ്. ദ ആസിഡ് യൂസ്ഡ് ഇൻ ദ സിന്തസിസ് ഓഫ് നൈലോൺ 6 നൈലോൺ 6 ഒരു അഡിഷൻ പോളിമറാണ്. രണ്ട് പേര് ചേർന്നിട്ടാണ് കണ്ടൻസേഷൻ പോളിമറാണ്. രണ്ട് പേര് ചേർന്നിട്ടാണ് ഫോം ചെയ്യുന്നത്. ഒന്ന് ഹെക്സാമെത്തിലിൻ ഡൈയമീനും, രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡ് അഡിപ്പിക് ആസിഡുമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹെക്സാമെത്തിലിൻ ഡൈയമീനും അഡിപ്പിക് ആസിഡും കൂടെ ചേർന്ന് കുറേ മോളിക്യൂൾസിനെ എലിമിനേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നൈലോൺ 6 കിട്ടുന്നത്. എന്നാൽ നൈലോൺ 6 ആകുമ്പോഴത്തേക്ക് ഒറ്റ ഒരു മോളിക്യൂളേ ഉള്ളൂ, അത് കാപ്രോലാക്റ്റോ ആണ്. അതാണ് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽഡിഹൈഡ് അണ്ടർഗോ ആൾഡോൾ കണ്ടൻസേഷൻ? ഇതിൽ ഏത് ആൽഡിഹൈഡാണ് ആൾഡോൾ കണ്ടൻസേഷൻ തരുന്നതെന്നാണ്. ഇതൊരു +2 ലെവൽ ക്വസ്റ്റ്യൻ ആണ്. +2ലാണ് നമ്മൾ ആൾഡോൾ കണ്ടൻസേഷൻ പഠിക്കുന്നത്. പക്ഷേ തുടർന്ന് നമ്മൾ ഡിഗ്രിയിലും PGയിലും ഒക്കെ പഠിക്കുന്നുണ്ട്. ആൾഡോൾ കണ്ടൻസേഷൻ കാണിക്കണമെങ്കിൽ ഏറ്റവും വലിയ ക്രൈറ്റീരിയ ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. ആൽഫ ഹൈഡ്രജൻ എന്താണ് ആൽഫ ഹൈഡ്രജൻ? CHO എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന് തൊട്ടടുത്ത കാർബണെ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. ആ കാർബണിൽ വരുന്ന ഹൈഡ്രജനെ വിളിക്കുന്ന പേരാണ് ആൽഫ ഹൈഡ്രജൻ. ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ. CHOയോട് ചേർന്നൊരു കാർബൺ ഉണ്ടായിരിക്കണം. CHOയുടെ കാർബൺ അല്ല, അതിനോടൊപ്പം വേറൊരു കാർബൺ ഉണ്ടായിരിക്കണം. ആ കാർബണിൽ ഹൈഡ്രജനും വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആൽഡോൾ കണ്ടൻസേഷൻ തരാൻ പറ്റും. അല്ലാത്തവരെല്ലാം തരുന്നത് കന്നിസാരോ റിയാക്ഷനാണ്. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തവരെല്ലാം തരുന്നത് കന്നിസാരോ റിയാക്ഷനാണ്. അപ്പോൾ ഇവിടെ നമ്മളത്തെ റിയാക്ഷൻ എന്താണെന്നോ പ്രൊഡക്റ്റ് എന്ത് കിട്ടുമെന്നോ അല്ല ചോദിച്ചേക്കുന്നത്, ആരാ റിയാക്ഷൻ തരും. അപ്പോൾ നിങ്ങൾ റിയാക്ഷൻ പഠിക്കുമ്പോൾ അതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ആരൊക്കെ ചേർന്ന് എന്ത് റിയാക്ഷൻ, എന്താണ് ആ റിയാക്ഷൻ്റെ പേര്, ഇന്ന ആൾക്കാർ റിയാക്ട് ചെയ്യുമ്പോൾ ഇന്ന പ്രൊഡക്റ്റിനെ കിട്ടുന്നു, അങ്ങനെ റിയാക്ഷൻ്റെ പേരെന്താണ്, ഇന്ന ആൾക്കാർ റിയാക്ട് ചെയ്യുമ്പോൾ ഇന്ന ആളെ നമ്മൾ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കുന്നു. ഇതൊക്കെയാണ് പഠിച്ചു വെക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഓരോരുത്തരായിട്ട്. അതാ CHO, ഇതാണ് CHOയുടെ കൂടെ ചേർന്ന് കാർബൺ ഇല്ല. വെറുതെ ഹൈഡ്രജൻ ഉണ്ടായിട്ട് കാര്യമില്ല, കാർബണിൽ തന്നെ ഹൈഡ്രജൻ വരണം. സോ ഇതല്ല. ദെൻ ഇവിടെ CHOയുടെ കൂടെ ഉള്ളത് C6H5 ആണ്. C6H5 എന്നാൽ ബെൻസീനാണ്. ബെൻസീനെയാണ് നമ്മൾ C6H5 എന്ന് വിളിക്കുന്നത്. ബെൻസീനിലെ എല്ലാ കാർബണിലും ഹൈഡ്രജൻ ഉണ്ട്. ഈ കാർബണിലും ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് മാറിയിട്ടാണ് CHO വന്നേക്കുന്നത് അല്ലേ. അപ്പം CHO അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൽ ഹൈഡ്രജൻ ഇല്ല. ഇതിനും ആൾഡോൾ തരാൻ പറ്റില്ല. പിന്നെ ഇവിടെ നോക്കി, CHO അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, ആ കാർബണിൽ 3 ഹൈഡ്രജൻ, അപ്പോൾ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ആൻസർ സി ആണ്. ഓൾ ഓഫ് ദീസ് എബോ അല്ല. ആർക്ക് മാത്രമേ തരാൻ പറ്റൂ? CH3 CHOയ്ക്ക് മാത്രമേ തരാൻ പറ്റൂ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. വിച്ച് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് ഇൻ SN2 റിയാക്ഷൻ? ഇതിൽ ആരുടെയാണ് SN2 റിയാക്ഷനിലെ കറക്റ്റ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി? SN2 റിയാക്ഷൻ ആയാലും SN1 റിയാക്ഷൻ ആയാലും നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ്സിന് ഒരു റിയാക്ടിവിറ്റിയേ ഉള്ളൂ. ഏറ്റവും പെട്ടെന്ന് പൊട്ടുന്ന ബോണ്ട് അയഡിൻ്റെതാണ്. കാരണം കാർബണും അയഡിനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അയഡിൻ്റെ സൈസ് ഭയങ്കര വലുതാണ്. കാരണം അയഡിന് ഏറ്റവും താഴെ കിടക്കുന്ന ആളാണ്. അപ്പോൾ സൈസ് ഭയങ്കര വലുതാണ്. വലുതും ചെറുതുമായിട്ടുള്ള ബോണ്ട് എപ്പോഴും വീക്ക് ആയിരിക്കും. അത് SN1 ആയാലും SN2 ആയാലും. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് പൊട്ടുന്ന ബോണ്ട് അയഡിൻ്റെയാണ്. പിന്നെ ബ്രോമിൻ, അതിനെക്കാട്ട് കുറച്ചും കൂടെ ചെറുതാണ് ബ്രോമിൻ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. താഴോട്ട് വരുന്നതോറും സൈസ് കൂടുക. സൈസ് കൂടുന്തോറും
വലിപ്പം സൈസ് താഴോട്ട് വരുന്നതോറും വലിപ്പം കൂടുക. വലിപ്പം കൂടുന്തോറും ബോണ്ട് വീക്കാവും, പെട്ടെന്ന് പൊട്ടും. പെട്ടെന്ന് പൊട്ടുന്ന ബോണ്ട് ആരുടേതാണ്? അയഡിൻ്റെതാണ്. അയഡിൻ, പിന്നെ ബ്രോമിൻ, പിന്നെ ക്ലോറിൻ, പിന്നെ ഫ്ലോറിൻ. ഓപ്ഷൻ. ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ റിയാക്ടിവിറ്റി ഇതാണ്. എന്നാൽ ആൾക്കാരുടെ റിയാക്ടിവിറ്റി, ആൽക്കൈൻസിൻ്റെ റിയാക്ടിവിറ്റി പറയുമ്പോഴാണ് നമ്മൾ ടെറിഷറി, പ്രൈമറി, സെക്കൻഡറി ഒക്കെ നോക്കുന്നത്. അതിനകത്ത് SN1 റിയാക്ഷൻ ആണെങ്കിൽ, യൂണിമോളിക്കുലർ റിയാക്ഷൻ ആണെങ്കിൽ ടെറിഷറി ആയിരിക്കും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത്. SN2 ആയിരുന്നെങ്കിൽ പ്രൈമറി ആയിരിക്കും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ SN2 റിയാക്ഷൻ ആണെങ്കിൽ SN2 റിയാക്ഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, ഇങ്ങനെയാണ് ഓർഡർ കിട്ടുന്നത്. എന്നാൽ SN1 റിയാക്ഷൻ ആയിരുന്നെങ്കിൽ ടെറിഷറി, സെക്കൻഡറി, പ്രൈമറി, ഇതാ ഓർഡർ. എന്നാൽ ആൽക്കൈൽ ഹാലൈഡിൻ്റെ ഓർഡർ അയഡിനാണ് ഏറ്റവും പെട്ടെന്ന് പൊട്ടുന്നത്, പിന്നെ ബ്രോമിൻ, പിന്നെ ക്ലോറിൻ, പിന്നെ അയഡിൻ, ഫ്ലോറിൻ. ഈ കൂടെ വരുന്ന ഈ 6 ഗ്രൂപ്പില്ലേ, 6ൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. അത് SN1ലും SN2ലും ഡിഫറൻ്റ് ആണ്. കൂടെ വരുന്ന 6 പ്രൈമറി ആണെങ്കിൽ അത് എപ്പോഴും SN2 തരും. സെക്കൻഡറി, ടെറിഷറി ആണെങ്കിൽ അത് SN1 തരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി? ഇത് തെർമോഡൈനാമിക്സ് ആണ്, +1 ആണ്, +1+2 ലെവലാണ്. ഓക്കെ, ഏതാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി? നമുക്കറിയാം മാസ്, വോളിയം, എനർജി. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു എളുപ്പത്തിൽ പഠിച്ചു വെക്കാനായിട്ട് ഉഷാ CG എന്ന് പഠിച്ചു വെച്ചേക്കാം. മാസ്, വോളിയം, എനർജി, പിന്നെ ഉഷാ CG എന്ന് പഠിച്ചു വെച്ചേക്കാം. ഇത് ഇത്രയുമാണ് എക്സ്റ്റെൻസീവ്. ഇതൊഴികെ എന്ത് വന്നാലും ഇൻറ്റൻസീവ് എന്ന് പഠിക്കുക. മാസ്, വോളിയം, എനർജി, ഉഷാ CGയിൽ U ഇൻറ്റേർണൽ എനർജി, S എൻട്രോപ്പി, H എൻതാൽപ്പി, A വർക്ക് ഫംഗ്ഷൻ, C ഹീറ്റ് കപ്പാസിറ്റി, G ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ. എന്തൊക്കെയാ? U ഇൻറ്റേർണൽ എനർജി, ഓക്കെ, S എൻട്രോപ്പി, H എൻതാൽപ്പി, A വർക്ക് ഫംഗ്ഷൻ, C ഹീറ്റ് കപ്പാസിറ്റി, G ഗിബ്സ് ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻ, ഗിബ്സ് ഫ്രീ എനർജി. ഇതിലേത് വന്നാലും എക്സ്റ്റെൻസീവ് ആണ്. മാസ്, വോളിയം, എനർജി, ഉഷാ CG ഇതെല്ലാം എക്സ്റ്റെൻസീവ് ആണ്. ബാക്കി എന്ത് വന്നാലും ഇൻറ്റൻസീവ് ആണ്. നമ്മൾ ചോദിക്കുന്നത് ഇൻറ്റൻസീവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മാസ് ഉണ്ട്, വോളിയം ഉണ്ട്, ഇൻറ്റേർണൽ എനർജി എനർജി ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും എക്സ്റ്റെൻസീവ് ആണ്. അപ്പോൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ഏതാ? ഓപ്ഷൻ എ, വിസ്കോസിറ്റി. ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ SI യൂണിറ്റ് ഓഫ് റേഡിയാക്ടിവിറ്റിയുടെ SI യൂണിറ്റ് നമ്മൾ ക്യൂറി റേഡിയാക്ടിവിറ്റി കണ്ടുപിടിച്ച ആളാണ്. അപ്പോൾ അതാണെന്ന് വിചാരിക്കും. റുദർഫോർഡ്. ഇതെല്ലാം റേഡിയാക്ടിവിറ്റിയുടെ യൂണിറ്റുകളാണ്. പക്ഷേ SI യൂണിറ്റ് വരുന്നത് ബെക്കറലാണ്. SI യൂണിറ്റ് ഓഫ് റേഡിയാക്ടിവിറ്റി ബെക്കർ. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എക്സ്റേസ് ആർ യൂസ്ഡ് ഫോർ ദി സ്റ്റഡി ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ബിക്കോസ്. എന്തുകൊണ്ടാണ് എക്സ്റേ തന്നെ? നമുക്കറിയാം λ 2D sin θ. അവിടെ നമ്മൾ എക്സ്റേ ഡിഫ്രാക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്, XRD. അത് വെച്ചിട്ടാണ് നമ്മൾ ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചറുകൾ പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ നമ്മൾ എക്സ്റേ മാത്രം യൂസ് ചെയ്യുന്നത്? ഒറ്റ റീസണേ ഉള്ളൂ. ദ വേവ് ലെങ്ത് ഓഫ് എക്സ്റേസ് ഈസ് ഓഫ് സെയിം ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ആസ് ദി ഇന്റർ അറ്റോമിക് സ്പേസിംഗ് ഇൻ ക്രിസ്റ്റൽസ്. നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ പഠിക്കുന്നത് λ 2D sin θ. അതായത് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് 2D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിംഗ് ബിറ്റ്വീൻ ക്രിസ്റ്റൽസ് ആണ് 2D. D ആണ് സ്പേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്, ഒരേ കണക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്റേ തന്നെ യൂസ് ചെയ്യുന്നത്. ഇത് ഡിഗ്രി ലെവൽ ടോപ്പിക്കാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് 2021 ചോദിച്ചത്. നിങ്ങൾ നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഒരുപാട് ക്വസ്റ്റ്യൻസ് +2 ലെവലാണ്. ചില ക്വസ്റ്റ്യൻസ് ഡിഗ്രിന്നും PG അവർ ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചേക്കുന്നത് നമുക്ക് +2 ലെവലിൽ പഠിക്കാനുള്ള ടോപ്പിക്കിൻ്റെ തന്നെ ബാക്കി പോർഷൻ PGന്നും ഡിഗ്രിന്നും എടുത്ത് ഒരുപാടങ്ങ് സ്ട്രെയിൻ കൊള്ളിക്കാതെ ഒരുപാടങ്ങ് ഉള്ളിലോട്ട് പോകാതെ ഔട്ട്ലൈനിൽ നിന്ന് മാത്രം ചോദിച്ചേക്കും. അപ്പോൾ നിങ്ങൾ എല്ലാ ടോപ്പിക്കും ഒരു ക്ലിയർ ആയിട്ടൊരു ധാരണ വെച്ചാൽ മാത്രമേ നമുക്ക് 40-ൽ 40 കെമിസ്ട്രിക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ.